എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ നായാടംപൊയിൽ മലയോര ഹൈവേ നായാടംപൊയിൽ മൂലേപ്പാടം റീച്ചിന് സാങ്കേതിക അനുമതിയായി. ടെൻഡർ നടപടി ഉടൻ. ജനുവരിയിൽ പ്രവൃത്തിക്ക് തുടക്കമാകും. മലയോര ജനതയുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത്. മൈലാടി മുതൽ മൂലേപ്പാടം വരെ ഒരു റീച്ചും മൂലേപ്പാടം മുതൽ നായാടംപൊയിൽ വരെ ഒരു റീച്ചുമാണ് ഉള്ളത്. ഇതിൽ മൂലേപ്പാടം മുതൽ നായാടംപൊയിൽ വരെയുള്ള 15 കിലോമീറ്റർ ഭാഗത്തെ റോഡിനാണ് സാങ്കേതിക അനുമതിയായത്. മൂലേപ്പാടം മുതൽ കക്കാടംപൊയിൽ വരെയുള്ള റോഡ് 12 മീറ്റർ വീതിയിലും കക്കാടംപൊയിൽ മുതൽ നായാടംപൊയിൽ വരെയുള്ള ഭാഗം 10 മീറ്റർ വീതിയിലുമായിരിക്കും നിർമ്മിക്കുക. ഇതിനായി 80 കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത്. സാങ്കേതികപരമായ ചെറിയ വിഷയങ്ങൾ കൂടി പരിഹരിച്ച് ഈ മാസം തന്നെ ടെൻഡർ നടപടികൾ ഉണ്ടാകുമെന്ന് കേരള റോഡ്സ് ഫണ്ട് ബോർഡ് വിഭാഗം പാലക്കാട് ഓഫീസിലെ AE പ്രിൻസ് ബാലൻ പറഞ്ഞു. മൂലേപ്പാടം മുതൽ മൈലാടിപ്പാലം വരെയുള്ള ഭാഗത്തിന് ഇനിയും സാങ്കേതിക അനുമതിയായിട്ടില്ല. ഈ ഭാഗത്തെ സർവേ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായിട്ട് 2 വർഷമായി. നായാടംപൊയിൽ മുതൽ മൂലേപ്പാടം വരെയുള്ള ഭാഗത്ത് നിർമ്മാണം ഉടൻ തുടങ്ങുന്നത് മലയോര ജനതയ്ക്ക് ഏറെ ആശ്വാസമാകും. നിലമ്പൂരിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള എളുപ്പ മാർഗം കൂടിയാണിത്. ആയിരക്കണക്കിന് മലയോര കർഷക കുടുംബങ്ങൾക്കും 35ലേറെ പട്ടികവർഗ നഗറുകളിലെ കുടുംബങ്ങൾക്കും ഉൾപ്പെടെ റോഡ് പ്രയോജനകരമാകും. മലപ്പുറം ജില്ലയിലെ പ്രധാന ജല ടൂറിസം കേന്ദ്രമായ കോഴിപ്പാറയിലേക്ക് വിനോദസഞ്ചാരികൾക്ക് എത്താനും മലയോര ഹൈവേ എളുപ്പമാർഗമാകും. എ+ വിഷൻ, ചാലിയാർ. Super Absorbent Poppy's Diapers.